നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിലെ 13കാരി നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരത. വാർത്തകളുടെ ബഹളത്തിൽ ഇപ്പോൾ മാധ്യമങ്ങൾ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. 44 പ്രതികളെയാണ് ഇതിനകം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പീഡനക്കേസിന്റെ അന്വേഷണം 5ാം ദിവസത്തിലേക്ക് കടന്നു. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ 11 കേസുകളിലായി 27 പ്രതികൾ അറസ്റ്റിലായി. ഇലവുംതിട്ടയിൽ 16 കേസുകളിലായി 14 പേർ പിടിയിലായി. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സാമൂഹ്യ വിരുദ്ധരുടെ നേതൃത്വത്തിലാണ് പെൺകുട്ടിയെ വ്യാപകമായി ദുരുപയോഗം ചെയ്തത്. പന്തളം, മലയാലപ്പുഴ പോലീസ് സ്റ്റേഷനുകളിലും ഇപ്പോൾ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ശക്തമാക്കുന്നു. ഇതുവരെ അറിഞ്ഞതിനേക്കാൾ ഭയാനകമാണ് അവിടെ സംഭവിച്ച കാര്യങ്ങൾ. പത്തനംതിട്ട ജില്ലയ്ക്ക് പുറത്തേക്കും പെൺകുട്ടിയെ എത്തിച്ചോ എന്നതിൽ സംശയങ്ങൾ തുടരുന്നു. ഇക്കാര്യത്തിലും വ്യക്തത വരുത്താൻ പോലീസ് കൂടുതൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. പെൺകുട്ടിയെ ചിലർ വാഹനങ്ങളിൽ കയറ്റി ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി എന്ന മൊഴി തന്നെയാണ് ഇത്തരമൊരു സംശയത്തിന് കാരണം. പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ 25 പേരടങ്ങുന്ന ഉദ്യോഗസ്ഥ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. അതീവ പ്രാധാന്യം കണക്കിലെടുത്താണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുത്തത്. ദേശീയ വനിതാ കമ്മീഷനും ഇക്കഴിഞ്ഞ ദിവസം പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു. DIG അജിത ബീഗത്തിനാണ് മേൽനോട്ട ചുമതല. പോലീസ് ഇതിനകം തിരിച്ചറിഞ്ഞ 58 പ്രതികളിൽ ബാക്കിയുള്ള 14 പേരെ ഇന്നും നാളെയുമായി അറസ്റ്റ് ചെയ്യുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. വിദേശത്തേക്ക് കടന്ന പ്രതിക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. പെൺകുട്ടി പലതവണ കൂട്ടബലാത്സംഗത്തിന് ഇരയായി എന്ന് പോലീസ് കണ്ടെത്തി. റാന്നി മന്ദിരപ്പടി, പത്തനംതിട്ട ജനറൽ ആശുപത്രി, തോട്ടുപുറം എന്നീ പ്രദേശങ്ങളിൽ എത്തിച്ച് പെൺകുട്ടിയെ പലരും പീഡിപ്പിച്ചു, അതും കൂട്ടത്തോടെ. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ മുകൾ നിലയിൽ വെച്ചും പിന്നീട് ജനറൽ ആശുപത്രിയിൽ വെച്ചും പൊതുനിരത്തിൽ വാഹനങ്ങളിൽ വെച്ചുമൊക്കെ ഒരു കൊച്ചു പെൺകുട്ടിയെ പരസ്യമായി കൂട്ടബലാത്സംഗം ചെയ്യുക, അത് നമ്മുടെ കേരളത്തിലാണ് എന്ന് തിരിച്ചറിയുക. പ്രദേശവാസിയായ P. ദീപുവാണ് മന്ദിരപ്പടിയിലെ പീഡനത്തിന് നേതൃത്വം കൊടുത്തത്. ദീപു മാത്രമല്ല കുട്ടിയെ ബലാത്സംഗം ചെയ്തത്. കൂട്ടബലാത്സംഗത്തിന് ഇയാൾ നേതൃത്വം കൊടുത്തു. കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് ദീപു ഇൻസ്റ്റാഗ്രാം വഴി പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. നേരിൽ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് തുടർന്ന് പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് പത്തനംതിട്ടയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിലെത്തിച്ചു. തുടർന്ന് കാറിൽ 2 സുഹൃത്തുക്കളുമായി ദീപു പെൺകുട്ടിയെ മന്ദിരപ്പടിയിലെ ആളൊഴിഞ്ഞ ഒരു റബ്ബർ തോട്ടത്തിന് സമീപത്തെത്തിച്ചു. പിന്നീട് റബ്ബർ തോട്ടത്തിൽ വെച്ച് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി ഇവർ. അതിനുശേഷം പിന്നാലെ ഒരു ഓട്ടോറിക്ഷയിലെത്തിയ 2 പേർക്ക് പെൺകുട്ടിയെ ദീപു തന്നെ കൈമാറുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ വെച്ച് പോലും പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. അവിടെയുള്ള ആളൊഴിഞ്ഞ കെട്ടിടത്തിന് സമീപത്ത് വെച്ചാണ് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം നടത്തിയത്. പത്തനംതിട്ട ചെന്നീർക്കര പ്രക്കാനത്തിന് സമീപം തോട്ടുപുറത്ത് വെച്ചും പെൺകുട്ടിയെ ഇവർ വാഹനത്തിൽ വെച്ച് പീഡിപ്പിച്ചു. തോട്ടുപുറത്ത് അടച്ചിട്ടിരുന്ന കെട്ടിടത്തിന് മുൻപിൽ ഒരു വാഹനം പാർക്ക് ചെയ്യുന്നു. തുടർന്ന് 2 പേർ ചേർന്ന് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തു. ഒരാൾ ബലാത്സംഗം ചെയ്യുമ്പോൾ അടുത്തുകൂടി ആരെങ്കിലും നടന്നു പോകുന്നുണ്ടോ എന്ന് മറ്റവൻ നോക്കിയിരിക്കും. കാറിനുള്ളിൽ വെച്ച് ഈ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചതിന് ശേഷം കാറിൽ തന്നെ വീടിന് സമീപത്ത് കൊണ്ട് ചെന്ന് ഇറക്കി വിട്ടു. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഒരു സ്വകാര്യ ബസ്സിനുള്ളിൽ വെച്ച് കുട്ടിക്കെതിരെ അതിക്രമം നടന്നു എന്ന വിവരവും പുറത്തുവരുന്നു. പെൺകുട്ടിയുടെ പിതാവിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിൽ നിരവധി ഡിജിറ്റൽ തെളിവുകളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലുമാണ് കൂടുതൽ പ്രതികൾ കുടുങ്ങിയത്. പെൺകുട്ടി പരിചയപ്പെട്ട പ്രതികളുടെ പേര് വിവരങ്ങൾ നേരത്തെ ഒരു നോട്ട്ബുക്കിൽ കുറിച്ചു വച്ചിരുന്നു. ഈ പ്രതികളുടെ ഫോൺ നമ്പറും പേരുമൊക്കെ ഫോണിലും സൂക്ഷിച്ചിരുന്നു. പ്രതികൾ നിരന്തരമായി പെൺകുട്ടിയെ വിളിക്കാറുണ്ട്. ഇതുതന്നെയാണ് പോലീസിന് കേസന്വേഷണത്തിൽ സഹായകരമായത്. പിതാവിന്റെ സ്മാർട്ട് ഫോൺ ശാസ്ത്രീയ പരിശോധനകൾക്ക് അയച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഫോണിലേക്ക് വന്നതും പോയതുമായ കോളുകളുടെ വിവരങ്ങൾ സൈബർ സെൽ പോലീസിന് നൽകി. DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കുന്നു. ഒരു പ്രതിയെപ്പോലും വെറുതെ വിടില്ല, ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് പോലീസ് പറയുന്നത്. കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അതിഭയാനകമായ കൂട്ടബലാത്സംഗത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ കേസന്വേഷണത്തിൽ പോലീസിന് അഭിമാനിക്കാം. 44 പ്രതികളെയും ഇതിനകം തന്നെ തൂക്കിയെടുക്കാൻ കേരളത്തിന്റെ പോലീസിന് കഴിഞ്ഞു. ബാക്കിയുള്ളവരെ എത്രയും പെട്ടെന്ന് വലയിലാക്കുമെന്നാണ് പോലീസ് പറയുന്നത്. ദളിത് പെൺകുട്ടിയെ 13-ാം വയസ്സ് മുതൽ 18-ാം വയസ്സ് വരെയാണ് ഈ പ്രതികൾ പീഡിപ്പിച്ചത്. 62 പേരുടെ പേര് വിവരങ്ങളാണ് പെൺകുട്ടി പോലീസിന് നൽകിയത്. 58 പേരെ കൃത്യമായി പോലീസ് തിരിച്ചറിഞ്ഞു. സൂര്യനെല്ലി കേസിൽ പോലും 42 പ്രതികളായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ദളിത് പെൺകുട്ടിയെ ഇത്രയേറെ ആളുകൾ ചേർന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് ഒരുപക്ഷെ ആദ്യമാകാം. ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിലായിരുന്നു ഇത്തരമൊരു സംഭവമെങ്കിൽ എന്തെല്ലാം കോലാഹലങ്ങൾ ഉയർന്നേനെ.
ഭരണകൂടത്തിന്റെ മുന്നിൽ വെച്ചാണ് ഇത്തരം അതിക്രമങ്ങളെന്ന് നമ്മൾ തിരിച്ചറിയണം. പീഡനം നേരിട്ട പെൺകുട്ടിയെ ബാലാവകാശ കമ്മീഷൻ അംഗം എൻ സുനന്ദ ഇക്കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. കുട്ടിക്ക് ആവശ്യമായ വൈദ്യസഹായം നൽകുന്നു. ആശ്വാസനിധിയിൽ നിന്ന് സഹായധനം അനുവദിക്കാൻ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ഡോക്ടർമാർ അറിയിച്ചുവെന്നാണ് സുനന്ദ പറയുന്നത്. ദളിത് പെൺകുട്ടിയെ 62ഓളം പേർ ചേർന്ന് പീഡിപ്പിച്ച സംഭവത്തിൽ മാധ്യമവാർത്തയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ റിപ്പോർട്ട് തേടി. ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു. ബോബി ചെമ്മണ്ണൂരും നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുമൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുഖ്യ വാർത്ത. എന്നാൽ അതിനേക്കാളൊക്കെ ഭയാനകമായ ചില വസ്തുതകളാണ് പത്തനംതിട്ട പീഡനത്തിൽ നമ്മൾ കാണുന്നത്. ഒരു കൊച്ചു പെൺകുട്ടിയെ ഇത്ര ക്രൂരമായി കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുക, അതും വളരെ നിസ്സാരമെന്ന നിലയിൽ പൊതുസ്ഥലങ്ങളിലൊക്കെ വെച്ച് ആ പെൺകുട്ടിയെ ഇവർ കൂട്ടത്തോടെ ഉപദ്രവിക്കുന്നു. പത്തനംതിട്ട നഗരം പോലുള്ള ഒരു സ്ഥലത്ത് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഒരു മുകൾ നിലയിൽ ഈ കുട്ടിയെ പലവട്ടമാണ് ബലാത്സംഗത്തിന് ഇരയാക്കിയത്. പൊതുസ്ഥലങ്ങളിൽ വാഹനത്തിൽ വെച്ച് പോലും കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് മനസ്സിലാക്കുമ്പോൾ കേരളം എത്ര സുരക്ഷിതമല്ല എന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുക. കൊച്ചുകുട്ടികളെ ഭയപ്പെടുത്തിയാണ് ഇത്തരം ക്രൂരതകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ വിവരം പുറത്തു പറയാൻ മടിക്കും. പെൺകുട്ടി ഉപയോഗിച്ച ഫോണിലേക്ക് പലരും അശ്ലീല ദൃശ്യങ്ങൾ അയച്ചതായി ഇപ്പോൾ ഫോൺ പരിശോധനയിൽ വ്യക്തമാകുന്നു. പെൺകുട്ടിയുടെ തന്നെ അശ്ലീല ദൃശ്യങ്ങളാണ് പെൺകുട്ടിക്ക് തിരിച്ചയച്ചിരിക്കുന്നത്. ഇതുവഴി കുട്ടിയെ സമ്മർദ്ദത്തിലാഴ്ത്തുകയും പുതിയ പുതിയ ഗാംഗുകൾ വന്ന് കുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തു. സ്മാർട്ട് ഫോൺ ഉപയോഗം അറിയാത്ത അച്ഛന്റെ മൊബൈൽ ഫോണിലായിരുന്നു പെൺകുട്ടിയും പ്രതികളുമായുള്ള ഈ ആശയവിനിമയം. നഗ്നദൃശ്യങ്ങൾ പെൺകുട്ടിക്ക് അയച്ചു കൊടുത്തതും ഇതേ ഫോൺ ഉപയോഗിച്ച്. 62 പേരെ കൂടാതെ പ്രതികൾക്ക് സഹായം നൽകിയവരും പീഡനത്തിന് കൂട്ടുനിന്ന് സഹായിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർമാരും പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച പ്രായപൂർത്തിയാകാത്തവരുമൊക്കെ ഇനിയും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടേക്കാം. ഓട്ടോറിക്ഷ ഡ്രൈവർമാരും മീൻ വിൽപ്പനക്കാരും +2 വിദ്യാർത്ഥികളുമൊക്കെ ഈ പ്രതിപട്ടികയിൽ. നടക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഒരു കൊച്ചു പെൺകുട്ടിയെ കയ്യിൽ കിട്ടിയാൽ യാതൊരു കൂസലുമില്ലാതെ ഏറ്റവും മൃഗീയമായി കൂട്ടുകാർക്കൊക്കെ പങ്കുവച്ച് കൂട്ടബലാത്സംഗം നടത്തി ആസ്വദിക്കുന്ന ക്രിമിനൽ മനോഭാവം കേരളത്തിൽ ഒരു വിഭാഗത്തിനുണ്ടോ എന്ന് സംശയിച്ചു പോകും ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ. മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന കൂടുതൽ വിവരങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇതൊക്കെ കേരളം പോലൊരു സംസ്ഥാനത്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.